തെമ്മാടി തമ്പുരാൻ ഭാഗം 8. രചന അവതരണം ദിവ്യരാജ്. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ പകപ്പോടെ നോക്കി അമ്പിളി. പോവാണോ? മെല്ലെ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി വന്നവൻ. അമ്മയുണ്ട് അകത്ത്. ഒന്ന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അരികിലേക്ക് വരുന്നവനെ തന്നെ പരിഭ്രമത്തോടെ നോക്കി നിന്നവൾ. ഞാൻ പോണു, അമ്മ ഇപ്പോൾ വരും. തിടുക്കത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അരയിലൂടെ കൈ ചേർത്ത് അവളെ നെഞ്ചിലേക്കിട്ടിരുന്നു രുധിൻ. ഞെട്ടിപ്പോയവൾ ഉടലാകെ വിറച്ചുപോയി. അമ്മേ, വിട്. എന്തായി കാട്ടണേ? ആരെങ്കിലും കാണും. അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ഞെള്ളിപ്പിരി കൊണ്ടു പെണ്ണ്. കണ്ടാലെന്താ, എൻ്റെ പെണ്ണല്ലേ. താലി വരെ പണിയാൻ കൊടുത്തു. ഇനി എന്തിനാടി ഈ പേടിയും വിറയും? അടക്കി പിടിച്ചു പറയവേ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കിയവൾ. നിക്ക് പോണം, എന്നെ വിട്ടേക്ക്. വെറുതെ ആളുകളെ കണ്ട് ഓരോന്നും പറയിപ്പിക്കണ്ടാട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഇനി വിളിച്ചാലും ഞാൻ ഒരിടത്തേക്കും വരില്ല. അവളെ വിടുവിക്കാൻ മനസ്സ് കാട്ടാതെ വട്ടം പിടിച്ചവനോട് പരിഭവത്തോടെ പറഞ്ഞവൾ. വന്നില്ലേലേ തൂക്കിയെടുത്ത് കൊണ്ടുപോവാൻ എനിക്കറിയാം. മീശയൊന്ന് കടിച്ചു പിടിച്ച് പെണ്ണിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൻ. എന്തിനാ എന്നെ ഇങ്ങനെ കെഞ്ചിപ്പിക്കണേ? വിട്ടേക്കൂ പ്ലീസ്. ദൈന്യതയോടെ അവനെ നോക്കിയവൾ. വിട്ടേക്കാം, പക്ഷേ അതിനു മുന്നേ. പറയുന്നതിനൊപ്പം അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നെറ്റിയിൽ നിന്നും നീണ്ട ഭംഗിയായ നാസിക വഴി ചെഞ്ചുണ്ടുകളിൽ വന്നു പതിഞ്ഞു. ദേഹമാകെ തണുപ്പരിച്ചിറങ്ങുന്ന പോലൊരു പ്രതീതി. കൈവെള്ള പോലും തണുത്ത് മരവിച്ചു പോയ പോലെ. എനിക്ക് ഒരു ഉമ്മ തന്നാൽ ശല്യം ചെയ്യാണ്ട് പൊയ്ക്കോളാം. പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും കണ്ണു മിഴിച്ച് അവനെ തന്നെ നോക്കി. ഇല്ല, അതൊന്നും പറ്റില്ല. ദേഹത്ത് തൊടാൻ സമ്മതിക്കില്ല ഞാൻ. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. വലിയ കാര്യത്തിൽ പറഞ്ഞതും നിന്റെ ദേഹത്ത് തന്നെയല്ലേ പെണ്ണെ ഞാൻ കൈവച്ചിരിക്കുന്നത്? കള്ളച്ചിരിയോട് ചോദിച്ചതും ഓർമ്മയിലേക്ക് വന്ന പോലെ തിടുക്കത്തിൽ അവനിൽ നിന്നും അകലാൻ നോക്കിയവൾ. ദേ പെണ്ണെ, വെറുതെ കിടന്ന് പിടച്ച് എന്നെ വാശി പിടിപ്പിക്കല്ലേ. ഇത്തിരി കടുപ്പത്തിൽ അവനത് പറഞ്ഞതും. വിട് രുധിയേട്ടാ, അമ്മ വന്നാല് മോശല്ലേ? എന്താ കരുതുക? എന്തിനാ എന്നെ കൂടി വഴക്ക് കേൾപ്പിക്കണേ? വീടിൻ്റെ വാതിൽക്കലേക്ക് നോക്കി അവൾ പറഞ്ഞു. ഒരു ഉമ്മയല്ലേ പെണ്ണെ ഞാൻ ചോദിച്ചുള്ളൂ. ദാന്നും പറഞ്ഞ് തന്നിട്ടങ്ങ് ഓടിക്കൂടെ? അവളുടെ കവിളിൽ മെല്ലെ വിരലോടിച്ചവൻ വീണ്ടും. തന്നാലേ പോവൂ, അല്ലാണ്ട് വിടില്ലാന്ന് ഉറപ്പാ? ചുണ്ടുകൂർപ്പിച്ചവൾ. ഉമ്മ തരാണ്ട് വിടുന്ന പ്രശ്നമില്ല, കുസൃതിയോടെ പറഞ്ഞവൻ. അവൻ രണ്ടും കൽപ്പിച്ചെന്ന ഭാവത്തിലാണെന്ന് തോന്നിയതും ചുറ്റുമൊന്ന് കണ്ണോടിച്ചവൾ. ഒരുമ്മ തന്നാൽ വിടോ എന്നെ? ദയനീയമായി നോക്കി. എന്നാ തിരിഞ്ഞു നിക്ക്, ചമ്മലോടെ പറഞ്ഞതും എങ്ങട് കുറുമ്പോടവൻ നോക്കി. ചെരിഞ്ഞു നിക്ക്, കവിള് കാണണ്ടേ? നിക്ക്, കവിളിൽ വേണ്ടെന്നേ, ദേ ഇവിടെ മതി. ചുണ്ടിൽ വിരൽത്തുമ്പ് മുട്ടിച്ചവൻ. അയ്യേ, നിക്ക് പറ്റില്ല. എന്തേ പറ്റാത്തേ? കവിളിൽ വെക്കണ പോലല്ലേ ഉള്ളൂ. വേം തന്നിട്ട് പോടി പെണ്ണെ. രുധിയേട്ടാ പ്ലീസ്. നിന്ന് ചുണുങ്ങിയവളുടെ മുഖം നിമി നേരം കൊണ്ടവൻ്റെ കൈക്കുമ്പിളിലെടുത്ത് ആ അധരത്തിൽ അധരം ചേർത്തവൻ തള്ളി മാറ്റി ഓടാൻ നോക്കണതിനു മുന്നേ കവിളിലും ഒരു മുത്തം നൽകി മാറിയവൻ. ഒന്നെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഇല്ലേ? അല്പം മാറി നിന്ന് അവനെ കൂർപ്പിച്ചു നോക്കിയവൾ. നീ മിണ്ടരുത്. ഇത് ഞാൻ അങ്ങോട്ട് തന്നതല്ലേ. അപ്പോ നീ എനിക്ക് കടക്കാരിയ. രണ്ടുമ്മയും എപ്പോൾ തിരിച്ചു തരും? അത് പറഞ്ഞിട്ട് പോയാൽ മതി. കള്ളച്ചിരിയോടെ മീശത്തുമ്പ് മുറുക്കി അവൾ കരികിലേക്ക് നടന്നതും ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നോർത്ത് മുറ്റത്ത് നിന്ന് ഓടി വീടിൻ്റെ തിണ്ണയിൽ കയറി വാതിലിൽ തട്ടി അമ്മയെ വിളിക്കാൻ തുടങ്ങിയവൾ. ദാ വരണു എൻ്റെ അമ്പിളിയെ. അകത്തു നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു ശോഭ. അകത്തേക്ക് കയറുന്നതിനു മുന്നേ രുധിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ ബുള്ളറ്റിൽ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയവൻ. മോൻ വരണില്ലേ? ഇരുന്നിട്ട് പോവാം. ശോഭ അവനെ അകത്തേക്ക് ക്ഷണിച്ചതും. വേറൊരു ദിവസം വരാം, ഇന്ന് പോയിട്ട് ഒത്തിരി പണിയുണ്ടേ, വിളിച്ചു പറഞ്ഞുകൊണ്ട് ബുള്ളറ്റും എടുത്ത് പോയിരുന്നവൻ. സഭ കൂടി കള്ള് കുടിക്കാനാവും പണിയുണ്ടെന്നും പറഞ്ഞ് പോണത്. മെല്ലെ പെറുപെറുത്തു അമ്പിളി. റൂമിലേക്ക് ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നവൾ അവൻ്റെ ചുംബനമുദ്ര പതിഞ്ഞ ചുണ്ടിലൂടെ വെറുതെ തഴുകവേ ആ ഓർമ്മയിൽ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചവൾ. തെമ്മാടി. കുറുമ്പോടെ അവളുടെ അധരം മൊഴിഞ്ഞു. എന്നാലും എൻ്റെ അമ്പിളിയേച്ചി, രുധിയേട്ടൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ ഇരുന്ന് പോവാനുള്ള ധൈര്യമൊക്കെ നിനക്ക് വന്നോന്നാ?
രേവതി കൗതുകത്തോടെ അവളെ നോക്കിയതും. അന്നേരം കൃഷ്ണൻ പോലീസിനെ മുന്നിൽ കണ്ട് പേടിച്ച് നിൽപ്പായിരുന്നു. വന്നു നിന്നിട്ട് കയറടീന്ന് ഒറ്റ പറച്ചില. മുന്നും പിന്നും നോക്കിയില്ല, ചാടിക്കയറി. പിന്നൊരു പോക്കായിരുന്നു. എങ്ങടാന്ന് ചോദിച്ചിട്ട് പറയണില്ല. വീണ്ടും ചോദിച്ചപ്പോൾ പറയാ ഇറങ്ങാൻ നേരം പറയുമ്പോൾ ഇറങ്ങണം, അന്നേരം അറിഞ്ഞാ മതി എവിടേക്കാ പോണേന്ന്. എംബ്രോയിഡറി ചെയ്യുന്നത് തുടർന്നു കൊണ്ടവൾ പറഞ്ഞു. എന്നാലും എൻ്റെ മോളെ, തക്ക സമയത്ത് രുധിൻ അവിടെ വന്നിട്ടല്ലേ. ഇനി ഇമ്മാതിരി അയാളുടെ മുന്നിൽ പോയി പെടല്ലേ എൻ്റെ കുട്ടി, ആദിയോടെ പറഞ്ഞവർ. അമ്മ എന്തിനാ അയാളെ പേടിക്കണേ? അയാള് എന്നെ ഒന്നും ചെയ്യില്ല. ഒന്നുമില്ലേലും എന്നെ കെട്ടാൻ പോണതേ നാരായണീയത്തിലെ തെമ്മാടിയല്ലേ, ചിരിയോടവൾ പറഞ്ഞതും. തെമ്മാടിയോ? എൻ്റെ കുട്ടി, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. താലി കെട്ടിയ പുരുഷനെ ദൈവത്തെ പോലെ കാണണം എന്നാ പറയുക. അത് താലി കെട്ടിയിട്ടല്ലേ, അപ്പൊ നോക്കാം. ഇപ്പോ ഇങ്ങനൊക്കെ മതി കേട്ടോ, ചെറുചിരിയോടെ അവൾ പറഞ്ഞതും. ഈ പെണ്ണ്, അവളുടെ ചെവിക്ക് പിടിച്ചവർ. വിവാഹത്തിന് അധികമില്ല കേട്ടോ അമ്പിളിയെ, ചിലവൊക്കെ അവര് നോക്കിക്കോളാന്നാ പറഞ്ഞതേ. എന്നാലും നമ്മൾ ചെയ്യേണ്ട ചിലതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തു തുടങ്ങണം. കുട്ടനിങ്ങി വരുമ്പോ എല്ലാത്തിനും ഓടി നടക്കാൻ ഓനൂടി കാണും. എന്നാലും ഞാനും ഓനും കൂടി എത്രയെന്ന് വെച്ചാ ഓടിയെത്തണത്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു. ഒക്കെ ആള് തന്നെ നോക്കിക്കോളും. വീട്ടാവശ്യത്തിന് സാധനങ്ങൾ മേടിക്കുന്നത് മുതൽ കരമടയ്ക്കാനും കറണ്ട് ബില്ലടിക്കാനും വരെ ആള് നോക്കിക്കോളുമായിരുന്നു. ഒന്നും അറിയേണ്ടി വരില്ലായിരുന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചവർ. എന്നാലും അച്ഛൻ എന്തിനാ അമ്മേ അന്ന് ആ പാണ്ഡവൻ പാറയ്ക്കെടുത്ത് പോയത്? അതും ആ മഴയത്ത്, വഴുക്കലുള്ള സമയത്ത് അതല്ലേ വീണു പോയത്? വിതുമ്പലടക്കി പറഞ്ഞു അമ്പിളി. അറിയില്ലേ കുട്ടിയെ, പാണ്ഡവൻ പാറ പോയിട്ട് ചെറിയ കുന്നിന്റെ മേളിൽ കൂടി കയറാൻ പേടിക്കണ മനുഷ്യനാ. എന്ത് ധൈര്യത്തിലാവോ അന്ന് അവിടേക്ക് പോയത്? നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. വിധിയാവും. ജനിക്കാനൊരു സമയം നിശ്ചയിച്ചിരിക്കണ പോലെ മരിക്കാനും ഒരു സമയമുണ്ടല്ലോ, മെല്ലെ പറഞ്ഞവർ. രണ്ടുപേരും അവരെ തന്നെ നോക്കിയിരുന്നു. രാത്രി 10:30 മണി കഴിഞ്ഞതും തലേന്നത്തെ പോലെ രുധിന്റെ കോൾ അമ്പിളിയെ തേടിയെത്തിയിരുന്നു. ഹലോ. അമ്പിളി. നാവി കുഴിഞ്ഞുള്ള അവന്റെ വിളി കേട്ടതേ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായവൾക്ക്. എന്തോ നെഞ്ചിലൊരു ഭാരം കുമിഞ്ഞു കൂടുന്നത് അറിഞ്ഞവൾ. കുടിച്ചിട്ടുണ്ടോ? മെല്ലെ ചോദിച്ചവൾ. ലേശം. ഇഷ്ടായില്ലേ? ഒന്നും മിണ്ടിയില്ലവൾ. ഇഷ്ടായില്ലെങ്കിൽ കുടി നിർത്തോ? മെല്ലെ ചോദിച്ചതും. എവിടെ, ഞാൻ കുടിക്കും. കുടിക്കണ്ട എങ്ങനാ? പിന്നെ നീ ഇടയ്ക്ക് വന്നിട്ടാണേൽ കുടി നിർത്തിക്കോളാം. സത്യമാണോ? പ്രതീക്ഷയോടെ ചോദിച്ചതും. നോക്കാം, ചിരിയോടെ പറഞ്ഞവൻ. രണ്ടുമ്മ കടമുള്ളത് എപ്പോ തരാൻ പോവാന്നാ കുറുമ്പോടെ ചോദിച്ചതും. വേറൊന്നും സംസാരിക്കാനില്ലേ? കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന എൻ്റെ പെണ്ണിനോട് ഉമ്മയല്ലാതെ എന്ത് ചോദിക്കാനാടി ഞാൻ? ഭക്ഷണം കഴിച്ചോ? ആ സംസാരം വഴിതിരിച്ചു വിടാനായി ചോദിച്ചതും. വിഷയം മാറ്റണ്ട നീ, പറയ്, എപ്പോ തരും? വിടാതെ വീണ്ടും ചോദിച്ചവൻ. അയ്യോ, തരാം. ഇപ്പോഴെങ്ങുമല്ല, നമ്മുടെ വിവാഹം കഴിയട്ടെ എന്നിട്ട്, നാണത്തോടെ പറഞ്ഞതും. പോരാ, എനിക്ക് അതിന് മുന്നേ കിട്ടണം. ദേ അമ്മ വിളിക്കുക, ഫോൺ വയ്ക്കുവാ ഞാൻ. രേവതി കിടക്കാനായി റൂമിലേക്ക് വന്നതും ചമ്മലോടെ തിടുക്കത്തിൽ ഫോൺ കട്ടാക്കിയവൾ. എൻ്റെ ചേച്ചി, ഞാൻ വന്നതുകൊണ്ട് സൊള്ളല് നിർത്തണ്ടായിരുന്നു. ആള് എന്ത് കരുതിയിട്ടുണ്ടാവും? വേണമെങ്കിൽ ഞാൻ അപ്പുറേ പോയി കിടക്കാം, നീ സൊള്ളിക്കോ, കുസൃതിയോടെ പറഞ്ഞതും. ഒന്ന് പോടി പെണ്ണെ, ഫോണെടുത്ത് ടേബിളിന് മുകളിൽ വെച്ചവൾ. രാവിലെ കട തുറന്ന് തയ്ക്കാനുള്ള ബ്ലൗസ് പീസ് എടുത്ത് വെച്ചതും റോഡിലൂടെ ആരൊക്കെയോ ഓടുന്നതാണ് കണ്ടത്. കാര്യം എന്താണെന്നറിയാനായി അമ്പിളി വേഗം പുറത്തേക്ക് ഇറങ്ങി നോക്കി. കടയിൽ നിന്ന് കുറെ മാറി നട റോഡിലായി വലിയൊരാൾക്കൂട്ടം കണ്ട് പകപ്പോടെ അവിടേക്ക് നോക്കിയവൾ. എന്താ കുഞ്ഞുണ്ണിയേട്ടാ അവിടെ? രാമുവിന്റെ പലവ്യഞ്ജനക്കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന കുഞ്ഞുണ്ണിയോടായി കാര്യം തിരക്കിയവൾ. ആരോ തല്ലുകൂടുവാണെന്ന് തോന്നുന്നു കുഞ്ഞേ. ഒച്ചയും നിലവിളിയും കേട്ടിട്ട് അങ്ങനാ തോന്നണത്. പറഞ്ഞുകൊണ്ടിരിക്കെ ആശ കടയിലേക്ക് വന്നു കയറിയിരുന്നു. എൻ്റെ അമ്പിളിയെ, ആ രുധിൻ നടു റോഡിലിട്ട് ആ മാതൃസുഖുവിനെ തല്ലി ചതയ്ക്കുക. എല്ലാരും നോക്കി നിൽക്കണേയുള്ളൂ. പിടിച്ചു മാറ്റിയില്ലേൽ ആ ചെക്കൻ ഇന്ന് അവനെ കൊല്ലും. ആശയുടെ നാവീന്ന് കേട്ട വാർത്തയിൽ വിറങ്ങലിച്ചു നിന്നുപോയി അമ്പിളി. തുടരും. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ കൂടി പറയണം.